നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാർക്കറ്റിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ്. ഏതൊരു പ്രൊഡക്റ്റും വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. പക്ഷേങ്കിൽ അവരുടെ പരസ്യവാചകങ്ങളിൽ പലതരത്തിലുള്ള അട്ടാൽ മുളക്കാത്ത നുണകൾ പറഞ്ഞു വിൽക്കുന്നത് തെറ്റല്ലേ? ഒന്നാമത്, ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവരാണ് കൂടുതലും. അതുകൊണ്ടാണ് കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കതൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. ഈ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു തരം പൊടി. ഈ പൊടി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടൽ കക്ക ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, കടൽ കക്ക എന്ന് പറയുന്നത് ഒരു തരം ജീവികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ഒരു തരം ജീവികളാണ്. അവർ പറയുന്നത് ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടൽ കക്ക എടുത്തിട്ട് പൊടിച്ചിട്ട് പല ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ഈക്കോളി, ഇരുമ്പിൻ്റെ അംശം, ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ പോകുന്നതാണ്. ചളിയൊക്കെ പോകുന്നു. അപ്പോൾ കടൽ കക്കേൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് കടൽ കക്ക ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ശുദ്ധിയാവുമോ എന്നുള്ളത് നമുക്കൊന്ന് അറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാം. കലങ്ങിമറിഞ്ഞ് ഉപയോഗശൂന്യമായ കിണറുകളെ പോലും തീർത്ഥം പോലെ ശുദ്ധിയാക്കാനുള്ള പ്രകൃതിദത്ത ഉൽപ്പന്നം പുറത്തിറക്കി. കേരളത്തിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് യുവ സംരംഭകർ. MG യൂണിവേഴ്സിറ്റിയിലെ ലൈഫ് ലോങ് ലേണിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ജൈവ കൃഷി പഠിച്ച യുവ സംരംഭകരാണ് ഇത്തരമൊരു ഇന്നോവേഷന് പിന്നിൽ. പാരമ്പര്യ അറിവും ആധുനിക മെഷീനറി സംവിധാനങ്ങളും സമന്വയിപ്പിച്ച് പോളിഷ് ചെയ്യപ്പെട്ട പ്രത്യേകതരം കടൽ കക്കയെ ശുദ്ധീകരിച്ചാണ് തീർത്ഥ എന്ന വെള്ളം ശുദ്ധീകരിക്കുന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നത്. കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളത്തിനുണ്ടാകുന്ന ഇരുമ്പ് ചുവയും നിറവ്യത്യാസവും പുളിപ്പും പൂർണ്ണമായും മാറ്റി വെള്ളം തീർത്ഥം പോലെ തെളിയുമെന്ന് മാത്രമല്ല 100% പ്രകൃതിദത്തമായതിനാൽ യാതൊരു ജലജീവികളെയും നശിപ്പിക്കുന്നുമില്ല. കേരളത്തിൽ തീർത്ഥ ഹിറ്റായതോടുകൂടി ആമസോണിലും തീർത്ഥ വൻ ഹിറ്റായി മാറി. MG യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയും വനമിത്ര പുരസ്കാര ജേതാവുമായ KV ദയാലാണ് ശിഷ്യന്മാരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. മഴക്കാലമാകുമ്പോൾ വെള്ളത്തിൽ നമ്മളെ കിണർ വെള്ളം നോക്കുന്ന സമയത്ത് നല്ല ചളി കാണാം. എന്തുകൊണ്ടാണ് അത് വരുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അതായത് മഴക്കാലമാകുമ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് മണ്ണിൽ ലയിച്ചിട്ട് നേരെ എന്ത് ചെയ്യും? കിണറിലേക്ക് വരും. അതായത് മണ്ണിൽ വീണ് മണ്ണിലൂടെ നേരെ കിണറിലേക്ക് വരും. അപ്പോൾ ഈ മണ്ണിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മളെ ഭൂമിക്ക് വെള്ളം കുടിച്ചെടുത്തിട്ട് നേരെ കിണറിലേക്ക് ഉറവിയായിട്ട് വരുവാണ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല. മനസ്സിലായില്ലേ? വെള്ളം ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ എന്താവും? ഈ ചളിയെല്ലാം കിണറിൽ ഇങ്ങനെ കാണും. അതുകൊണ്ടാണ് ഇതിൻ്റെ കളറ് മാറുന്നത്. കുറച്ച് വിശദമായിട്ടാണ് പറയുന്നത്. വീഡിയോക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും. തീർച്ചയായും മുഴുവനായിട്ട് കേൾക്കാൻ ശ്രമിക്കും. അപ്പോഴേ കാര്യങ്ങളുടെ ഒരു കിടപ്പ് വശം നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഈ വെള്ളം ഉറവ വരുന്ന സ്ഥലത്തുള്ള ചളി വെള്ളത്തിൽ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് ചളി വെള്ളമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിലെന്താ ഉള്ളത്? ചളിയാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ചളി റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് നീക്കം ചെയ്യണമെങ്കിൽ നമ്മൾ, അതായത് ഇതിൽ പറയുന്നുണ്ട് പാരമ്പര്യമായ അറിവ്. പണ്ട് കാലം മുതലേ ചളി റിമൂവ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലിടുക ചെയ്യുക. ആയുർവേദ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിലോ കണക്കിന് 100 രൂപയ്ക്ക് കിട്ടും. ഇപ്പോഴത്തെ വില അനുസരിച്ച് 100 രൂപ ഒരു കിലോയിൽ അധികം കിട്ടും, 100 രൂപയ്ക്കൊക്കെ. അപ്പം ഇത് വാങ്ങി ഇടുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ പണ്ട് കാലത്ത്. അതാണ് പാരമ്പര്യ അറിവ് എന്ന് പറയുന്നത്. ഇവരിൽ വീഡിയോയിൽ പറഞ്ഞത് പാരമ്പര്യ അറിവെന്ന്. പാരമ്പര്യ അറിവ് പ്രകാരം ഒരിക്കലും കക്ക എന്ത് ചെയ്തിട്ടില്ല? വെള്ളത്തിൽ ഇട്ടിട്ടില്ല, വെള്ളത്തിൽ ഡയറക്റ്റ് ഇട്ടിട്ടില്ല. പാരമ്പര്യ അറിവ് പ്രകാരം പണ്ട് നെല്ലിപ്പലക സ്ഥാപിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്? ഈ നീറ്റ് കക്ക ഈ കിണറിൻ്റെ പടവ് കെട്ടുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുറ്റും ഇടും. പുറത്തെ കിണറിൻ്റെ പുറത്ത് ചുറ്റും ഇടാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കിണറുകളിൽ പുളിപ്പ് രസമായിരിക്കും. ഈ പുളിപ്പ് രസം വരുന്നത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ
വെള്ളത്തിൻ്റെ pH പൊട്ടൻഷ്യൽ ഹൈഡ്രജൻ കുറവായതുകൊണ്ടാണ്. ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്ക് പ്രകാരം BIS എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം വെള്ളത്തിൻ്റെ pH വേണ്ടത് 7.5 ആണ്. വെള്ളത്തിൻ്റെ pH വേണ്ടത് 7.5 ആണ്. അതിൽ കുറയുന്ന സമയത്ത് ഇത് അസിഡിക് ആവും, വെള്ളം ആസിഡ് വാട്ടറോ. ആ സമയത്താണ് ഈ വെള്ളത്തിന് പുളിപ്പ് വരുന്നത്. അപ്പം ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ളവർ ചെയ്യുന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കിണർ പടവ് കെട്ടുന്നതിൻ്റെ പുറമെ ഈ നീറ്റ് കക്ക ഇങ്ങനെ ഇടും. അപ്പം എന്താവും, ഈ വെള്ളം മഴ പെയ്യുന്ന സമയത്ത് നേരെ വെള്ളം വന്ന് ഭൂമിയിൽ നിന്ന് അരിച്ച് നേരെ താഴെ ഇറങ്ങുമ്പോൾ ഈ നീറ്റ് കക്ക വഴി ആണ് കിണറിലേക്ക് വരുന്നത്. ആ സമയത്ത് ഇതിൻ്റെ pH കൂടും. ഇതിനാണ് പണ്ട് കാലങ്ങളിൽ, അതായത് പാരമ്പര്യ അറിവ് പ്രകാരം എന്നാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്, പാരമ്പര്യ അറിവ് പ്രകാരം ഇങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ട് കാലത്ത് കിണർ ഒഴിക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിക്കാം, ഒന്നൊക്കെ നെല്ലിപ്പലക സ്ഥാപിക്കും, അല്ലെങ്കിൽ ഈ സാധനം സ്ഥാപിക്കും. ഈ രണ്ടും ഒന്ന് കെമിക്കൽ കളയാനും pH കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇത് രണ്ടും സ്ഥാപിക്കുന്നത്. അല്ലെങ്കിൽ ചിരട്ടക്കരി കെട്ടിയിടും, ഇതും കെമിക്കൽ കളയാൻ വേണ്ടിയിട്ടാണ്, വെള്ളത്തിലെ കെമിക്കൽ കളയാൻ വേണ്ടിയിട്ട്. pH കൂടാനാണ് നീറ്റ് കക്ക ഇതിൻ്റെ പുറമേ ഇടല്. കിണറിൻ്റെ ഉള്ളിൽ ഒരു കാലത്തും പണ്ട് കാലത്ത് മുതൽ ഇന്ന് വരെ pH കൂട്ടാൻ വേണ്ടിയിട്ടോ എന്തിനു വേണ്ടിയിട്ടായാലും നീറ്റ് കക്ക കിണറിൻ്റെ ഉള്ളിൽ ഇടാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു തരം ജീവികളുടെ തോടാണ് ഈ കക്ക എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് അധികമായി കഴിഞ്ഞാൽ ഇതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പം 5 കിലോ അല്ലെ 1 കിലോ ഇടുന്ന് ഇത് വെള്ളത്തിൽ തന്നെ കിടക്കുകയായിരുന്നു. ഈ വെള്ളമായിട്ട് പലതരത്തിലുള്ള പ്രവർത്തനം നടക്കും. അപ്പം എന്താവും, ഇത് വേറെയായി മാറും. രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്ത് ചെയ്താലും വേറെയാവും. നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. സ്കൂളിൽ പോയവർക്ക് കാര്യം ഇപ്പം പിടികിട്ടിയിട്ടുണ്ടാവും, സ്കൂളിൽ പോകാത്തവർക്ക് ഈ പ്രശ്നം വരും. സ്കൂളിൽ പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടിയിട്ടുണ്ടാവും. ഈ സാധനം ഒരിക്കലും വെള്ളത്തിൽ ഡയറക്റ്റ് ഇടരുത്. അത് പണ്ടുകാലം മുതലുള്ള അറിവാണ്, പാരമ്പര്യ അറിവാണ്. അപ്പോൾ പാരമ്പര്യ അറിവ് പ്രകാരം ഇത് ഉണ്ടാക്കിയിട്ടുണ്ടോ തെറ്റാണ്. പാരമ്പര്യ അറിവ് പ്രകാരം നീറ്റുകൾക്ക് ഒരിക്കലും ഡയറക്റ്റ് വെള്ളത്തിൽ ഇടാൻ പാടില്ലെന്നാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പടവ് കെട്ടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ കെട്ടിയ കിണറാണെങ്കിൽ വെള്ളത്തിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരടി താഴ്ത്തിയിട്ട് ഈ നീറ്റ് കക്ക ഈ ജിപ്സി ജില്ലി പോലത്തെ സാധനങ്ങളും നീറ്റ് കക്കി മിക്സ് ചെയ്തിട്ടിടും. എന്നിട്ട് മണ്ണിട്ട് മൂടും. മറ്റേ തെങ്ങിന് തടം കുഴിക്കുന്ന പോലെ കുഴിച്ചതിന് ശേഷം ആ പടവിൻ്റെ തായിലേക്ക് കുഴിച്ചതിന് ശേഷം ഇട്ടിട്ടാണ് ചെയ്യുക. ചിരട്ടക്കരി, നീറ്റ് കക്ക, മറ്റേ ജിപ്സി ജില്ലി, ഇത് മൂന്നും ഇട്ടിട്ടാണ് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ വെള്ളം എന്താവും, കലങ്ങാതെ തന്നെ pH കൂടിയിട്ട്, pH ഇല്ലാത്ത വെള്ളത്തിന് മാത്രമേ എന്ത് ചെയ്യൂ, ഈ പുളിപ്പ് രസം വരുന്ന വെള്ളത്തിന് മാത്രമേ ഈ നീറ്റ് കക്കി ഇടാറുള്ളൂ. അല്ലെങ്കിൽ ചെറിയ ജില്ലിയില്ലേ, ചിപ്സി ജില്ലിയും ചിരട്ടക്കരിയും മിക്സ് ചെയ്തിട്ടാണ് ഈ ഇതേപോലെ ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിലുള്ള കെമിക്കലും പോയി കിട്ടും. എന്തും ചെയ്യും, ഈ വെള്ളം കലങ്ങാതെ നിൽക്കും. അല്ലെ എന്നിട്ട് കിണറിൽ ആലോടും. മനസ്സിലായ? അപ്പം എന്താവും, പക്ക നീറ്റായി വരും. ആലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസിറ്റി കൂടിയ സാധനങ്ങളെ താഴോട്ടേക്ക് താത്തും. അപ്പം ഈ ചളി പോലെയുള്ള സാധനങ്ങളൊക്കെ ഡെൻസിറ്റി കൂടിയതാണ്, അതിനെ എന്ത് ചെയ്യും, വെള്ളത്തിൻ്റെ അടിയിലേക്ക് താത്തും. അതുകൊണ്ടാണ് അത് തെളിഞ്ഞു വരുന്നത്. ആയുർവേദ കടകളിൽ നിന്ന് കിട്ടുന്ന ആലാകുമ്പോൾ പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മരുന്ന് കൂട്ടുന്ന സാധനമാണ്. അതുകൊണ്ട് കെമിക്കൽ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഉപയോഗിക്കുന്നതിനും പ്രോബ്ലം വരില്ല. അതുകൊണ്ടാണ് ആയുർവേദ ഷോപ്പുകളിൽ നിന്ന് വാങ്ങുന്ന ആലം മാത്രം ഇതിന് ഉപയോഗിക്കുന്നത്. പണ്ട് വൈദ്യന്മാർ വീടുകളിൽ ആലങ്ങൾ ഒരുപാടുണ്ടാവും. ഷോപ്പുകളിൽ പോകണമെന്നില്ല, ആയുർവേദ ഷോപ്പ് പോകണമെന്നില്ല. വൈദ്യന്മാരെടുക്കുക ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ വൈദ്യനുണ്ടായിരുന്നു, നാത്തുംകുണ്ട് വൈദ്യര് എന്നൊക്കെ പറഞ്ഞിട്ട്. നാട്ടിൽ ഇപ്പോൾ ഉണ്ട് വാസുദേവൻ വൈദ്യര് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം വീട്ടിൽ നിന്നാണ് ചികിത്സ. ഓക്കെ, അപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ എന്തുണ്ടാവും, ഈ ആലത്തിൻ്റെ കട്ടയുണ്ടാവും. അതാണ് കിണറിൽ തുണി കെട്ടിയിട്ടാണ് ഇടുക, ഡയറക്റ്റ് അതും ഇടാറില്ല. ഈ തുണിയിൽ കെട്ടിയിട്ട് ആണ് ഇടുക, കയറ് കെട്ടി താക്കുക ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെയാണ്. പാരമ്പര്യ അറിവ് വെച്ചിട്ട് ഇതൊരിക്കലും ശരിയല്ല. കാരണം വെച്ചാൽ പാരമ്പര്യ അറിവ് വെച്ചിട്ട് ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. പിന്നെ ഇനി ഈ ദീൻദയാൽ എന്ന് പറഞ്ഞ ആള് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. ബാക്കി എന്നിട്ട് പറയാം. ഇന്ന് കേരളത്തിലെ കുടിവെള്ളം മുഴുവൻ കലങ്ങി മറിഞ്ഞ് കുടിക്കാൻ കൊള്ളാത്തതായിരിക്കുന്നു. കീടനാശിനിയുടെ അംശം എല്ലാ കുടിവെള്ളത്തിലും ആയിക്കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് കോളിഫോം ബാക്ടീരിയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
പഠനങ്ങൾ മുഴുവൻ വ്യക്തമാക്കുന്നത് കോളിഫോം ബാക്ടീരിയ സകല ജലാശയങ്ങളിലും കിണറ്റിലും പൈപ്പ് വെള്ളത്തിലും എല്ലാത്തിലും ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനൊരു പരിഹാരം, കുടിവെള്ളത്തിൻ്റെ 100% പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് എൻ്റെ കുറേ സ്റ്റുഡൻസ് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. തീർത്ഥ എന്ന പേരിലാണ് പ്രൊഡക്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഇത് കടലിലെ കക്ക എടുത്ത് പൊടിച്ച് പൗഡറാക്കി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 90% കിണറുകളിലും ഈക്കോളിൻ്റെ അംശമുണ്ട്. കോളിഫോം ബാക്ടീരിയയുടെ അംശമുണ്ട്. ഈ കോളിഫോം ബാക്ടീരിയ അല്ലെ ഈക്കോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയോ? നമ്മുടെ അല്ലെങ്കിൽ ജന്തുക്കളുടെ വേസ്റ്റുകളിൽ നിന്ന് ജീവിക്കുന്ന, വേസ്റ്റുകളിൽ മാത്രം ജീവിക്കുന്ന, അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലത്തിന്റെ അംശത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണ്. മലത്തിന്റെ അംശത്തിൽ മാത്രമേ ഇത് ജീവിക്കൂ. ഓക്കെ, അപ്പൊ ഈ വെള്ളത്തിലെ മലം കടക്കുന്നതുകൊണ്ടാണല്ലോ ഈ സാധനം ഇതിൽ വരുന്നത്. ഇനി ശാസ്ത്രീയമായ രീതിയിൽ ഈക്കോളി റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UV റേസ് ഉപയോഗിച്ചിട്ട്, ഓക്കെ, UV റേസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ക്ലോറിൻ ഉപയോഗിച്ചിട്ട്, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ വല്ല തരത്തിലുള്ള കെമിക്കൽ ഉപയോഗിച്ചിട്ട് വേണം ഈ ഈക്കോളിനെ റിമൂവ് ചെയ്യാൻ. സാധാരണഗതിയിൽ നമുക്കിതൊന്നും ഉപയോഗിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിൽ വെള്ളം തിളപ്പിക്കും. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഈക്കോളി നശിക്കും. ചൂടുകൊണ്ട് ഈ സാധനം ഇല്ലാതായി പോകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈക്കോളി റിമൂവ് ചെയ്യുന്നത്. വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുറേ കഷ്ടപ്പാടാണ്. സാധാരണ ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ ആണെങ്കിൽ വിറക് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് സംഭവം ഓക്കെ ആക്കാം. ഇന്ന് അധിക പേരും എന്താ ചെയ്യുന്നത്? ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നവരാണ്. ഈ 100 ഡിഗ്രി സെൽഷ്യസ് വെള്ളം തിളക്കണമെങ്കിൽ എത്ര സമയം വേണമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഈ ഗ്യാസ് എത്ര ചിലവാകുമെന്ന് ആലോചിച്ച് നോക്കുക. ഇൻഡക്ഷൻ കുക്കറാണെങ്കിൽ കറണ്ട് എത്ര വേണമെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇങ്ങനെയുള്ളത് ശാശ്വതമല്ല. ഇതുകൊണ്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഫിൽറ്ററുകൾ, പ്യൂരിഫയറുകൾ അധിക പേര് ഉപയോഗിക്കുന്നത്. പ്യൂരിഫയർ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ UV ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അപ്പം അതുവഴി എന്താവും, ഇപ്പം ബാക്ടീരിയ, ഇങ്ങനെയുള്ള ബാക്ടീരിയകളാണെങ്കിൽ ഇതിൻ്റെ DNA ബ്രേക്ക് ചെയ്യും UV റേസ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ അത് പ്രോട്ടീനും ന്യൂട്രീനും ആയി മാറും. അപ്പോൾ എന്താവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതില്ലാതാവും. പക്ഷെ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്ക ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ പോകും. ഓക്കെ, സമ്മതിച്ചു കൊടുക്കാം, ബാക്ടീരിയ പോയി. കക്ക ഉപയോഗിച്ച് ബാക്ടീരിയ പോയി, അവർക്കൊരു സമാധാനം ആയിക്കോട്ടെ, ബാക്ടീരിയ പോയി എന്ന് തന്നെ വെക്കുക. ഇതിൻ്റെ ആവാസ വ്യവസ്ഥയായ തീട്ടം, അതായത് മലം എങ്ങനെ പോകും? ഞാൻ കേസ് കൊടുക്കാനൊന്നും വരണ്ട, ഞാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് പറയുന്നതാണ്. ഈ മലത്തിൻ്റെ അംശത്തിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഈക്കോളി ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ ഉണ്ടാവും. അപ്പോൾ ഈ തീട്ടം എങ്ങനെ പോകും? ഇതെങ്ങനെ അരിച്ചെടുക്കും? ഇത് ഡെൻസിറ്റി കൂടിയ സാധനമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഏത് ഡോക്ടറെ അടിക്കുക, അല്ലെങ്കിൽ ദീൻദയാലിന്റെ മുമ്പിൽ ഒരു സ്പൂണ് തീട്ടിടുക വെള്ളത്തിൽ, എന്നിട്ട് ഈ കക്കി ഇടുക. അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഇയാളോട് കുടിക്കാൻ പറയാ, വേറെ ഗ്ലാസ്സിലാക്കിയിട്ട്. കുടിക്കോ ഇയാള്? കുടിക്കോ? ഇല്ല. തീട്ടം കാണുന്നുണ്ട് വെള്ളത്തിൽ തന്നെ, ഇതെവിടെ പോവാനാ? നിങ്ങൾ ചെയ്തു നോക്കല്ലെങ്കിൽ രാവിലെ അപ്പിടുന്ന സമയത്ത് ലേശം എടുത്ത് ഇടുക, എന്നിട്ട് നീറ്റാക്കേണ്ട ഈ തീർത്ഥം പൊടി ഇടുക. കുറേ സമയം വെച്ച് നോക്കുക, തീട്ടായിന്ന് പോകുന്നില്ല. ഇത് പോകുന്നാണെങ്കിൽ ഒരു സംഭവമാട്ടാ. അതാണ് ഞാൻ പറഞ്ഞേ, ഇങ്ങനെ നട്ട മുളക്കാത്ത നുണ പറയരുത്. ചളി ഇതിൻ്റെ അകത്ത് പോകില്ല. ലേശം ചളി ഇട്ട് നോക്കുക, ലേശം ചളിയും ലേശം തീട്ട് വിടുക. ഒരു സൈഡിൽ ചളി ഒരു സൈഡിൽ തീട്ട് വിടുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കക്കി ഇടുക. ഈ പറഞ്ഞ ഈ തീർത്തതിൻ്റെ പൗഡർ തന്നെ ഇട്ടോ, കക്ക വേണമെന്നില്ല. എന്നിട്ട് ഇത് വെച്ച് നോക്കുക. ഒരു ദിവസം വെച്ചാലും ഈ രണ്ടും പോവില്ല, വെള്ളം തെളിയൂല്ല. ഇത് കക്കി ഇട്ട് കഴിഞ്ഞാൽ എന്തേ സംഭവിക്കൂലൂ, വെള്ളത്തിന്റെ pH മാത്രമേ കൂടുള്ളൂ. അല്ലാതെ തീട്ടത്തിന്റെ അംശവും പോവില്ല, ഈ ബാക്ടീരിയയും പോവില്ല, ഒന്നും പോവില്ല. ഏകദേശം കാര്യങ്ങൾ പിടിയിട്ടിട്ടുണ്ടാവും തോന്നുന്നു. അപ്പൊ ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന വെള്ളം തെളിയുന്നു എന്ന് പറയുന്നു. ഇതൊരു തരത്തില് ഇതിന്റെ ഉള്ളിൽ ചില സമയത്ത് ആലം പൊടിച്ച് ചേർക്കുന്നുണ്ടാവും.
അത് പറയുന്നുണ്ടാവില്ല. ആലം പൊടിച്ച് ചേർത്താൽ എന്താണെന്ന് വെച്ചാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒപ്പം രണ്ടും വെള്ളയാണ്, ഒന്നും മനസ്സിലാവില്ല. ആലം കൊണ്ട് ഈ വെള്ളം തെളിഞ്ഞു വരും. കാരണം എന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടിയ സാധനത്തിന് ഇത് താത്തുക്കളിയും വെള്ളം തെളിഞ്ഞു വരും എന്നല്ലാതെ ഈ വെള്ളത്തിലുള്ള കെമിക്കൽസോ അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഇരുമ്പിൻ്റെ അംശം എല്ലാം ഇതാക്കണമെങ്കിൽ ഫിൽട്രേഷൻ ചെയ്യണം, ഓക്സിഡൈസേഷൻ ചെയ്യണം, അല്ലെങ്കിൽ അയൺ എക്സ്ചേഞ്ച് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റ് ഉണ്ട് വേറെ കിടക്കുന്നു. ഇതൊക്കെ ചെയ്താലേ അയൺ റിമൂവ് ആവുള്ളൂ. അല്ലാണ്ട് തീർത്ഥം പൊടി കുറെ ഇട്ട് കഴിഞ്ഞാൽ അയൺ റിമൂവ് ആവില്ല. ഇതിനൊക്കെ ശാസ്ത്രീയമായ വശങ്ങളുണ്ട്. ഇതൊന്നും അറിയാതെ എന്തെങ്കിലും പറഞ്ഞ് വെള്ളം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. കുറച്ച് അയണൊക്കെ അലിഞ്ഞേർന്ന അയണൊക്കെ ആണെങ്കിൽ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് പണിയാണ്. അതിലേക്കൊന്നും ഞാൻ വിശദമായി കിടക്കുന്നില്ല. ഇത് കാണുന്നില്ല. നിങ്ങളൊരു കുപ്പി വെള്ളം എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിലെ വെള്ളമായിരിക്കും. ഈ അലിഞ്ഞു ചേർന്ന അയണുള്ള വെള്ളം ഒരു കുപ്പിയിൽ എടുക്കുക, മിനറൽ വാട്ടറിന്റെ ബോട്ടിലില്ലേ ഒരു കുപ്പിയിൽ എടുക്കുക. എടുക്കുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി ആയിരിക്കും, കണ്ണാടി പോലെ വെള്ളമായിരിക്കും. ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ച് നോക്കിയേ അത് നല്ല മഞ്ഞ കളറായി വരും. ഇല്ലെങ്കിൽ നിങ്ങൾ സെറാമിക് പാത്രങ്ങളില്ലേ അതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചാലും മതി, ആ പാത്രം മഞ്ഞ കളറായിട്ടുണ്ടാവും. ഒരിക്കലും കഴുകിയാൽ പോവില്ല. അയൺ വെള്ളത്തിലുള്ള വീടുകളിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ട്, അപ്പം അവർക്ക് കത്തിയിട്ടുണ്ടാവും. വെള്ള തുണി അലക്കിയാലും മതി, അതിൻ്റെ അകത്ത് മഞ്ഞ കളർ വരും. രാവിലെ വെച്ച ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തെ ചീത്തയായി പോകും. വൈകുന്നേരം ആവണ്ട, രാവിലെ ഒരു 6 മണിക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചോറ് വെച്ചിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് എടുത്തു നോക്കിയാൽ ചീത്തയായി പോകും. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. മുടി കൊഴിയും. ഉദാഹരണം വേണമെങ്കിൽ എൻ്റെ തലയിൽ തന്നെ നോക്കിയാൽ മതി. ഇതാ മുടി കൊഴിയും. അയൺ ഉള്ള വെള്ളം യൂസ് ചെയ്യുന്ന മുടി കൊഴിയും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ സ്കിന്ന് ഈ സ്കിന്നൊക്കെ നല്ല തെളിഞ്ഞ് നല്ല നല്ല ചെറുപ്പക്കാരികളായിട്ട് നിൽക്കണമെങ്കിൽ അയണുള്ള വെള്ളത്തിൽ ഈ തീർത്ഥം കൊണ്ട് ഇട്ടാലൊന്നും അയൺ പോവില്ല. ഈ സ്കിന്നെല്ലാം പ്രശ്നം തന്നെയാണ്. മുഖക്കൊരു പൊന്തി വരും, കറുത്ത പാടുകൾ ഇതൊക്കെ വരും. ഇതെല്ലാം റിമൂവ് ചെയ്യാൻ ഈ തീർത്ഥം പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാർ വിശ്വസിക്കും. സ്കൂളിൽ പഠിച്ചവനും ഇതിനെക്കുറിച്ച് കുറച്ച് അറിവില്ലവനും ഒരു കാലത്തും വിശ്വസിക്കാത്ത കാര്യം. ഓക്കെ, പൈസ ഉണ്ടാക്കിക്കോ. നിങ്ങൾ സാധനം നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിറ്റിട്ട് പൈസ ഉണ്ടാക്കിക്കോ. ഞാനും കൊടുക്കുന്നുണ്ട് വാട്ടർ പ്യൂരിഫയർ. 2013 മുതൽ ഞാൻ വാട്ടർ പ്യൂരിഫയറിന്റെ ബിസിനസ് ഉണ്ട്. ഇതുവരെ ഒരു സ്ഥലത്തും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. എന്താ അതിന്റെ ശാസ്ത്രീയ വശം അനുസരിച്ച് ചെയ്യുന്നോണ്ടാ. അല്ലാതെ ഇതുപോലെയുള്ള പൗഡറൊന്നും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി വേറെയുണ്ട് സാധനം, ശംഖുഭസ്മം എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിലുണ്ട്. അതും ആമസോണിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഒരു കാര്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ഇത് പഠിക്കണമെങ്കിൽ കൃത്യമായിട്ട് ഇതിൻ്റെ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയുന്നവരോടോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, വാട്ടർ അതോറിറ്റിയിൽ പോയി ചോദിച്ചാൽ മതി. ഈ കാര്യം തീർത്ഥം പൗഡർ ഇട്ട് കഴിഞ്ഞാൽ സംഭവം നടക്കുമെന്ന് അവരെ ഓടിക്കും. നിങ്ങളാ തീർത്ഥം പൗഡർ ഇട്ട വെള്ളം എടുത്തിട്ട് ഈ അയണും ഇക്കോളിയെല്ലാം ഇല്ല വെള്ളം എടുക്കുക. ആദ്യം കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, അയണും ഇക്കോളിയെല്ലാം ഉണ്ടോ എന്നുള്ളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇല്ല വെള്ളമാണെങ്കിൽ അത് ഈ തീർത്ഥം പൗഡർ ഇട്ടതിന് ശേഷം കൊണ്ടുപോയിട്ട് വാട്ടർ അതോറിറ്റി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക. അവരെന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും എല്ലാ സാധനവും ഉണ്ടെന്നേ പറയലും. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. പരീക്ഷ നോക്കിയോണ്ടാ പറയുന്നത്. നിങ്ങൾ പോയിട്ട് പരീക്ഷിച്ച് നോക്ക്. നിങ്ങളെ വീട്ടിലെ വെള്ളത്തിൽ അയണോ അല്ലെങ്കിൽ ഇക്കോളിയോ ബാക്ടീരിയൻ്റെ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ കെമിക്കലിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5 കിലോ തീർത്ഥം പൗഡർ വാങ്ങിയിട്ട് കിണറിലിടുക. എന്നിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം ഈ സാധനം പോയി 5 ദിവസം കഴിഞ്ഞാൽ ഇത് ക്ലിയർ ആവുന്നല്ലേ പറഞ്ഞേ. 5 ദിവസം കഴിഞ്ഞിട്ട് ഇതേ വെള്ളം എടുക്കുക. എന്നിട്ട് 2 വെള്ളം എടുക്കുക. പുറമെ ആദ്യം എടുത്ത വെള്ളവും 2 വെള്ളവും എടുത്തിട്ട് നേരെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക വാട്ടർ അതോറിറ്റിയിൽ. എന്നിട്ട് റിസൾട്ട് നോക്ക്. ഒരു മാറ്റവും സംഭവിക്കില്ല. അത് അതേപോലെ ഉണ്ടാവും. എഴുതി തരാവാണെങ്കിൽ അത് അതേപോലെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാമായിരുന്നു എന്ന് പറയരുത്. ഓക്കെ, ആരും കുറ്റം പറഞ്ഞോ ചീത്ത പറഞ്ഞോ അല്ല. ഇനിയും മനസ്സിലാവാത്ത കുറേ ഉണ്ടാവും. കമന്റ് ബോക്സിൽ വന്നിട്ട് നിനക്കെന്ത് പുല്ലാടാ അറിയുന്നതെന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് അവരോടായി പറയുന്നത് സ്കൂളിൽ പോയി പഠിക്കുക, നേരെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.